അപ്പൊ നമുക്ക് ഒരു കുർബാന സ്വീകരണം ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി നമുക്ക് ക്രൗൺ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ നമുക്ക് ക്രൗൺ ഉണ്ടാക്കിയാലോ? അപ്പൊ നമ്മൾ അതിനായിട്ട് വാർക്കയുടെ കെട്ടുകമ്പിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. വാർക്കയുടെ കെട്ടുകമ്പി നമ്മൾ 2 ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ അളന്നെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ അതുമേ വൈറ്റ് ടേപ്പ് ചിറ്റാണ് കേട്ടോ. വൈറ്റ് ടേപ്പ് ചിറ്റി നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ പൂ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൂ കമ്പി എന്ന് പറയണം കേട്ടോ. പൂ സെറ്റ് ചെയ്യണ കമ്പി നമ്മൾക്ക് മേടിക്കാൻ കിട്ടും. സെപ്പറേറ്റ് പറഞ്ഞ് മേടിക്കണം. നൈസായിട്ടുള്ള കമ്പിയാണ് കേട്ടോ പൂ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതുമേ വൈറ്റ് ടേപ്പ് ചിറ്റി റെഡിയാക്കാണ്. നമ്മൾ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പൂക്കൾ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. പൂക്കളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കവറിലാക്കി വെക്കും. അപ്പോൾ നമ്മൾക്ക് പിന്നെ കമ്പി കുത്തി റെഡിയാക്കി എടുത്താൽ അത്യാവശ്യക്കാർ വന്ന് ആവശ്യപ്പെടുമ്പോൾ. ഇതിപ്പോൾ നമ്മൾക്ക് വേറെ ആർക്കും അല്ല കേട്ടോ. എൻ്റെ മൂത്ത ആങ്ങളയുടെ 2 ആൺമക്കൾ പുറത്താണ്. ഒരാൾ സിംഗപ്പൂരും ഒരാൾ ജർമ്മനിയിലാണ്. അപ്പോൾ അവരുടെ 2 മക്കൾക്കാണ്, 2 പേരുടെയും ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അവർ അതിനായിട്ട് ഇപ്പോൾ അവർക്ക് ക്രൗൺ മാത്രം മതി കേട്ടോ. കൈ പിടിക്കണ ബൊക്കെ വേണ്ട. കാരണം ബൊക്കെ അവിടുന്ന് അവർ ഒരു തിരിയാണ് കേട്ടോ. അവിടുത്തെ ഇതിനകത്ത് നിന്ന് കൊടുത്തേക്കണ തിരിയാണ്. അപ്പോൾ ആ തിരിയാണ് പിടിക്കുന്നത്. തിരി നമ്മുടെ സാധാ തിരിയല്ല, ഇച്ചിരി വലിപ്പത്തിലൊക്കെ ഉള്ള വലിയ തിരികളാണ്. വർക്കൊക്കെ ചെയ്തേക്കണ തിരിയാണ്. അപ്പം അത് പിടിക്കുന്നത് കൊണ്ട് ബൊക്കെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരു 4 വർഷം അടുപ്പിച്ച് നമ്മുടെ എളവൂർ പള്ളിയിൽ ഞാനായിരുന്നു കേട്ടോ ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അടുപ്പിച്ച്. അപ്പം 70ഉം 60ഉം 50ഉം എന്തായാലും 50ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ നമുക്ക് കൊണ്ടു തരാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് വന്ന് വിദേശത്തൊക്കെ ഉള്ളവർ ഇടയ്ക്ക് വന്ന് കുർബാന സ്വീകരണം നടത്തുമ്പോൾ അവർ തരാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ക്രൗൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.